സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത് പാഠ്യപദ്ധതി പഠനം അഥവാ കരിക്കുലം സ്റ്റഡീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഇതെന്തായാലും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അല്ലാതെ തന്നെ ഈ പഠനമൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, എന്തിനാണ് ചിലത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ അറിയാൻ താൽപ്പര്യമുള്ള ആർക്കും ഇത് കേൾക്കാം. ശരിയാണ്. ഞങ്ങളിതിലെ വിവരങ്ങൾ പ്രധാനമായും എടുത്തിരിക്കുന്നത് UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സോഴ്സിൽ നിന്നാണ്. പക്ഷേ ഇതിലെ ആശയങ്ങൾക്ക് അതിനേക്കാളൊക്കെ വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ എന്താണ് ഈ പാഠ്യപദ്ധതി? കരിക്കുലം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ വാക്ക്, അതിൻ്റെ പല വശങ്ങൾ, അത് ഉണ്ടാക്കുന്ന രീതികൾ, ഇതൊക്കെ കുറച്ച് ലളിതമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? തുടങ്ങാം. ആദ്യം തന്നെ ഈ കരിക്കുലം എന്ന വാക്ക് അതെവിടുന്നാണ് വന്നത്? ഒരു ലാറ്റിൻ ടച്ചില്ലേ? ഉണ്ട്. കുറേറെ എന്നൊരു ലാറ്റിൻ വാക്കാണ്. ആ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഓട്ടം, അല്ലെങ്കിൽ ഒരു വഴി, പഠിക്കാനുള്ള ഒരു കോഴ്സ് എന്നൊക്കെയാണ്. ഒരു ലക്ഷ്യത്തിലേക്കുള്ള പാത. ഓക്കെ, ഒരു റേസ് കോഴ്സ് പോലെ. അപ്പോ ഈ പാഠ്യപദ്ധതിയെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? ലളിതമായിട്ട് പറഞ്ഞാൽ 3 പ്രധാന ഭാഗങ്ങളായിട്ട് കാണാം. ഒന്ന് കരിക്കുലർ. അതാണ് നമ്മൾ സാധാരണ പറയുന്ന സിലബസ്, വിഷയങ്ങൾ. അതെ, മാത്സ്, സയൻസ്, ഹിസ്റ്ററി ഒക്കെ. രണ്ടാമത്തത് കോ കരിക്കുലർ. അത് സ്പോർട്സ്, ആർട്സ് ഫെസ്റ്റിവൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ അതെ, സ്പോർട്സ്, ക്ലബ്ബുകള്, ആഘോഷങ്ങള്, മത്സരങ്ങളൊക്കെ ഇതിൽ വരും. പഠനത്തിന്റെ ഭാഗം തന്നെ, പക്ഷേ നേരിട്ടുള്ള വിഷയങ്ങളല്ല. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ഭാഗം? അതാണ് ഒരുപക്ഷെ ഏറ്റവും വിശാലമായ ഒന്ന്. പഠനാനുഭവങ്ങൾ, ലേണിംഗ് എക്സ്പീരിയൻസസ്. പഠനാനുഭവങ്ങൾ. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാവാം. പ്ലാൻഡ്, അതായത് ടീച്ചർ പ്ലാൻ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ യാദൃശ്ചികമായി കിട്ടുന്ന അനുഭവങ്ങളാവാം. അൺപ്ലാൻഡ്. അതുപോലെ നേരിട്ടുള്ളതാവാം, അല്ലെങ്കിൽ പരോക്ഷമായ അനുഭവങ്ങളുമാവാം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ലാസ്സിലെ പരീക്ഷണം അത് പ്ലാൻ ചെയ്തതാണ്, നേരിട്ടുള്ളതാണ്. ശരിയാണ്. പക്ഷേ ചിലപ്പോൾ സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ദേശീയഗാനം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് വരില്ലേ? അതെ അതെ. അല്ലെങ്കിൽ കൂട്ടുകാരനോട് ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നത്. ഇതൊന്നും ശരിക്കും സിലബസിലില്ല. പക്ഷെ അവിടെയും നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. തീർച്ചയായും. അതുകൊണ്ടാണ് പലരും പാഠ്യപദ്ധതിയെ അനുഭവങ്ങളുടെ ആകെ തുക, ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജോൺ ഡ്യൂയിയെ പോലുള്ളവർ പറഞ്ഞത് ഈ അനുഭവങ്ങൾ പ്രധാനമായും സ്കൂളിന്റെ ഒരു മാർഗനിർദ്ദേശത്തിൽ, അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ദി സ്കൂൾ, കിട്ടുന്നതാണ് എന്നാണ്. അതായത് സ്കൂളുമായി ബന്ധപ്പെട്ടത്. അതെ, വീട്ടിന്നോ അല്ലെങ്കിൽ വെറുതെ പുറത്ത് കളിക്കുമ്പോൾ കിട്ടുന്നതോ സാങ്കേതികമായിട്ട് ഇതിൽ പെടില്ല. സ്കൂൾ ഒരുക്കുന്ന അനുഭവങ്ങൾ. അതൊരു പ്രധാന പോയിന്റാണ്. ഈ പാഠ്യപദ്ധതിയെ പലരും പല രീതിയിൽ കാണുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഒരു 4 പ്രധാന കാഴ്ചപ്പാടുകൾ പറയാം. ഒന്ന്, ഇതിനെ ഒരു ഉൽപ്പന്നമായി, പ്രോഡക്റ്റായി കാണുന്ന രീതി. ഉൽപ്പന്നം, അതായത് ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്ന്. പരീക്ഷ പാസ്സാവുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സിലബസ് ഒരു ഉൽപ്പന്നമാണ്. ശരി, റിസൾട്ട് ഓറിയന്റഡ്. അതെ. പിന്നെ ഇതിനെ ഒരു പ്രോഗ്രാമായി കാണാം. ഒരു ടൈം ടേബിൾ പോലെ, ഓർഡറിൽ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ. ഓക്കെ, ഒരു ഘടന. മൂന്നാമത്തേത് ലക്ഷ്യമിടുന്ന പഠന ഫലങ്ങൾ, ഇന്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ്. എന്ത് നേടണം എന്നതിൽ ഊന്നൽ. നാലാമതായിട്ട് ആസൂത്രിത പഠനാനുഭവമായി കാണാം. ഓരോ കാര്യത്തിനും പിന്നിലും ഒരു അനുഭവം കൊടുക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. ഈ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കുന്നത് ടീച്ചർമാർക്കും ഇതുണ്ടാക്കുന്നവർക്കും വളരെ നല്ലതാണ്. എന്ത് ലക്ഷ്യം വയ്ക്കുന്നു, ഏത് രീതി വേണം എന്നൊക്കെ തീരുമാനിക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഇതുണ്ടാക്കാനുള്ള സമീപനങ്ങളിലും വ്യത്യാസം വരുമല്ലോ, അല്ലേ? തീർച്ചയായും. അതിലും ഒരു 4 പ്രധാന സമീപനങ്ങൾ, അപ്രോച്ചസ് പറയാം. ഒന്നാമത് ബിഹേവിയറൽ റാഷണൽ. പേരുപോലെ തന്നെ കുട്ടികളിൽ കാണാൻ പറ്റുന്ന പെരുമാറ്റമാറ്റങ്ങൾക്കാണ് ഊന്നൽ. ഒബ്സർവബിൾ ബിഹേവിയർ. നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, യുക്തി പറഞ്ഞു മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ. വളരെ ചിട്ടയായ ഒന്ന്. അതെ. കുറച്ചുകൂടി ഘടനാപരവും മാനേജ്മെന്റ് രീതിയിലുള്ളതുമാണ് സിസ്റ്റം മാനേജറിയൽ സമീപനം. ഘട്ടം ഘട്ടമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കി വിലയിരുത്തുന്ന ഒരു സിസ്റ്റം പോലെ. കൂടുതൽ അറിവിനും ചിന്തയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതോ? അതാണ് ഇന്റലക്ച്വൽ അക്കാദമിക് സമീപനം. അറിവ് നേടുക, ചിന്തിക്കാനുള്ള കഴിവ് കൂട്ടുക, വിഷയത്തിൽ നല്ല കഴിവ് നേടുക, ഇതിനാണ് ഇവിടെ പ്രാധാന്യം. പരീക്ഷകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ ഹ്യൂമനിസ്റ്റിക്, അത് കുട്ടിക്കായിരിക്കും പ്രാധാന്യം, അല്ലേ?
അതെ അതെ, ഹ്യൂമനിസ്റ്റിക് എസ്തറ്റിക്. ഇവിടെ കുട്ടിയുടെ താൽപ്പര്യം, ഇഷ്ടങ്ങൾ, സന്തോഷം, സ്വയം വളർച്ച, ഭാവന, ഇതിനൊക്കെയാണ് പ്രാധാന്യം. അപ്പൊ ഈ സമീപനങ്ങളൊക്കെ വെച്ച് ഒരു നല്ല പാഠ്യപദ്ധതി ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലോ, ചില തത്വങ്ങള്. ഒരുപാടുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ചിലത് പറയാം. ഒന്ന്, ശിശു കേന്ദ്രീകൃതം, ചൈൽഡ് സെന്റേഡ്നെസ്. കുട്ടിയുടെ പ്രായം, താൽപ്പര്യം, കഴിവ് ഇതൊക്കെ നോക്കണം. ഓക്കെ, NCF 2005 ഇത് പറയുന്നുണ്ടല്ലോ. അതെ. അതുപോലെ സമൂഹ കേന്ദ്രീകൃതവുമാവണം. സമൂഹത്തിന്റെ ആവശ്യം, മൂല്യങ്ങൾ ഒക്കെ പരിഗണിക്കണം. പിന്നെ ചെയ്തു പഠിക്കുക എന്നതും പ്രധാനമല്ലേ, ആക്ടിവിറ്റി? തീർച്ചയായും. പ്രവർത്തന കേന്ദ്രീകൃതം, ആക്ടിവിറ്റി സെന്റേഡ്നെസ്. ജോൺ ഡ്യൂയിയൊക്കെ പറഞ്ഞ പോലെ ചെയ്തു പഠിക്കുമ്പോഴാണ് ശരിക്കും പഠിക്കുന്നത്. പിന്നെ പരിസ്ഥിതി. പരിസ്ഥിതി കേന്ദ്രീകൃതം, എൻവയോൺമെന്റ് സെന്റേഡ്നെസ്. പരിസ്ഥിതിബോധം, ജീവിത നൈപുണ്യങ്ങളൊക്കെ വേണം. അതോടൊപ്പം തന്നെ വഴക്കം വേണം. കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാൻ അവസരം, വിഷയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള കഴിവ്. സംയോജനം. അതെ, സംയോജനം. പഠിക്കുന്ന കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗ്യത വേണം, കുട്ടികൾക്ക് താൽപ്പര്യം തോന്നണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ പാടാണെന്ന് തോന്നുന്നു. കുട്ടിയുടെ താൽപ്പര്യവും സമൂഹത്തിന്റെ ആവശ്യവും. അതെ, അതാണ് അതിന്റെ ഒരു വെല്ലുവിളി. ഒരു ബാലൻസ് കണ്ടെത്തണം. ഇനി നമുക്കിതിന്റെ ടൈപ്സ്, അതായത് തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ കാണുന്ന സിലബസ് ഒരു തരം മാത്രമാണോ? അല്ല, നമ്മൾ സാധാരണ കാണുന്ന എഴുതിവെച്ച ആ ഔദ്യോഗിക സിലബസ് ഉണ്ടല്ലോ, അതാണ് പ്രകടമായ പാഠ്യപദ്ധതി. എക്സ്പ്ലിസിറ്റ് കരിക്കുലം, റിട്ടൺ, സ്റ്റേറ്റഡ് എന്നൊക്കെ പറയും. ഓക്കേ, അപ്പൊ കാണാത്തതുമുണ്ടോ? ഉണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട മറഞ്ഞിരിക്കുന്ന പാഠ്യപദ്ധതി. ഇംപ്ലിസിറ്റ് ഹിഡൻ കരിക്കുലം. ഹിഡൻ കരിക്കുലം അതെന്താണ്? അത് സിലബസിൽ കാണില്ല, പക്ഷേ സ്കൂളിലെ അന്തരീക്ഷം, ടീച്ചർമാരുടെ പെരുമാറ്റം, അവിടുത്തെ രീതികൾ, ഇതിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, മുതിർന്നവരെ ബഹുമാനിക്കണം, നിയമമനുസരിക്കണം, സഹകരിക്കണം, കൃത്യനിഷ്ഠ പാലിക്കണം, ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ധാരണകൾ, രാജ്യസ്നേഹം. ഇതൊന്നും എഴുതിവെച്ച് പഠിപ്പിക്കുന്നതല്ല. സ്കൂളിന്റെ ഒരു സംസ്കാരം പോലെ. അത് തന്നെ. ഇനി മൂന്നാമതൊന്നുണ്ട്, ശൂന്യപാഠ്യപദ്ധതി, നൾ കരിക്കുലം. ഐസ്നർ പറഞ്ഞതാണ്. പേര് കേട്ടിട്ട് ഇല്ലാത്തൊന്നാണോ? ഇല്ലാത്തതല്ല, ബോധപൂർവം ഒഴിവാക്കുന്നത്. ഓഹോ. ചില വിഷയങ്ങൾ പ്രാധാന്യമില്ലാഞ്ഞിട്ടോ, സമയമില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ വിവാദമാകും എന്ന് കരുതിയിട്ടോ, രാഷ്ട്രീയം, മതം പോലെ പഠിപ്പിക്കാതെ വിടും. അതാണ് നൾ കരിക്കുലം. ഓഹോ, അപ്പോ എന്തു പഠിപ്പിക്കുന്നില്ല എന്നതും പ്രധാനമാണ്. അതെ. ഇവിടെ ഒന്നുകൂടി പറയാം, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊരു പ്രത്യേകതരം കരിക്കുലമല്ല, അത് കോ കരിക്കുലറിന്റെ ഭാഗമാണ്. ശരി. അപ്പോൾ ഒരു സ്കൂളിലെ മൊത്തം പഠനം ഈ എക്സ്പ്ലിസിറ്റ്, ഹിഡൻ, നൾ എല്ലാം ചേർന്നതാണ്. അതെ. ഇനി ഈ ഉള്ളടക്കം എങ്ങനെ ഓർഗനൈസ് ചെയ്യും, ക്രമീകരിക്കും? അതിന് മോഡലുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. പ്രധാനമായിട്ട് 4 രീതികൾ പറയാം: സ്പൈറൽ, ടോപ്പിക്കൽ, കോൺസെൻട്രിക്, പിന്നെ സംയോജിതം. സ്പൈറൽ ബ്രൂണറുടെ അല്ലേ? അത് കേട്ടിട്ടുണ്ട്. അതെ. സ്പൈറൽ എന്ന് വെച്ചാൽ ഒരു കാര്യം ആദ്യം സിമ്പിളായി പഠിപ്പിക്കും, പിന്നെ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വിശദമായിട്ട്, വീണ്ടും അടുത്തതിൽ അതിലും ആഴത്തിൽ, ഇങ്ങനെ ചുറ്റി മുകളിലേക്ക് പോകും. ഒരു സ്പൈറൽ സ്റ്റെയർകേസ് പോലെ. ടോപ്പിക്കൽ ഒരു വിഷയമെടുത്ത് അത് മാത്രം പഠിപ്പിക്കുന്നു. ഓക്കെ. കോൺസെൻട്രിക് ഒരു നടുക്കുള്ള ആശയത്തിൽ നിന്ന് തുടങ്ങി ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. ഒരു വൃത്തം പോലെ. കുടുംബം, പിന്നെ സമൂഹം, പിന്നെ രാജ്യം, അങ്ങനെ. സംയോജിതം അഥവാ ഇന്റഗ്രേറ്റഡ്. അത് വിഷയങ്ങളെ വേറെ വേറെ പഠിപ്പിക്കാതെ ഒന്നിച്ചു ചേർത്ത് പഠിപ്പിക്കുന്നു. വെള്ളം എന്ന വിഷയം പഠിക്കുമ്പോൾ അതിന്റെ സയൻസും സോഷ്യൽ സ്റ്റഡീസും പരിസ്ഥിതിയുമൊക്കെ ഒരുമിച്ച്. മനസ്സിലായി. ഇനി ഈ പാഠ്യപദ്ധതിക്കൊരു ബേസ്, ഒരു അടിത്തറ വേണ്ടേ? എന്തൊക്കെയാണ് ആ ഫൗണ്ടേഷൻസ്? 3 പ്രധാന അടിത്തറകളാണ് പറയാറ്: തത്വശാസ്ത്രം, മനഃശാസ്ത്രം, പിന്നെ സാമൂഹ്യശാസ്ത്രം. ഫിലോസഫി എങ്ങനെയാണ് ഒരു അടിത്തറയാകുന്നത്? കുറച്ച് അബ്സ്ട്രാക്റ്റ് അല്ലേ? ഫിലോസഫിയാണ് എന്തിനു പഠിപ്പിക്കണം, എന്തു പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾക്ക് ഒരു ദിശാബോധം തരുന്നത്, ലക്ഷ്യം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഉറവിടത്തിൽ പറഞ്ഞതുപോലെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ. ഓക്കെ. സൈക്കോളജി അത് കുട്ടിയെ മനസ്സിലാക്കാനാണോ? അതെ. കുട്ടിയുടെ വളർച്ച, പഠിക്കുന്ന രീതി, ഓർമ്മ, ചിന്ത, മോട്ടിവേഷൻ, ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ സൈക്കോളജി സഹായിക്കും. സോഷ്യോളജിയോ? അത് സമൂഹത്തെ മനസ്സിലാക്കാൻ, സമൂഹത്തിന്റെ ആവശ്യമെന്താണ്,
മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സംസ്കാരം എന്താണ്, ഇതൊക്കെ അറിഞ്ഞാലേ സമൂഹത്തിന് പറ്റിയൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ പറ്റൂ, നല്ല പൗരന്മാരെ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോ ഈ മൂന്നും ചേർന്നാണൊരു നല്ല പാഠ്യപദ്ധതി ഉണ്ടാവുന്നത്. അതെ, ഈ 3 തൂണുകളാണ് പ്രധാനം. ടൈലർ മോഡൽ, ടാബ മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് പറയാമോ? ഒരുപാട് ഡെവലപ്മെന്റ് മോഡലുകളുണ്ട്. ഇവയെ നമുക്ക് ടെക്നിക്കൽ, ശാസ്ത്രീയം, ഘടനയുള്ളത് എന്നും നോൺ ടെക്നിക്കൽ, പ്രായോഗികം, സാഹചര്യത്തിനനുസരിച്ച് മാറുന്നത് എന്നും തിരിക്കാം. ഓക്കെ. പ്രധാനപ്പെട്ട ചില ടെക്നിക്കൽ മോഡലുകൾ നോക്കാം. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ടൈലർ മോഡൽ. റാൽഫ് ടൈലർ. അതെ, ഇത് ലക്ഷ്യങ്ങളിൽ ഊന്നൽ നൽകുന്ന ഒബ്ജക്റ്റീവ് സെന്റേർഡ് മോഡലാണ്. 4 സ്റ്റെപ്പുകളാണ് ഇതിൽ പ്രധാനം. നമുക്ക് OPIE എന്നോർക്കാം. OPIE. O ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. P പ്ലാൻ ഐഡന്റിഫൈ എക്സ്പീരിയൻസസ്, ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള പഠനാനുഭവങ്ങൾ കണ്ടെത്തുക, പ്ലാൻ ചെയ്യുക. I ഇംപ്ലിമെന്റ് ഓർഗനൈസ് എക്സ്പീരിയൻസസ്, അവയെ ഫലപ്രദമായി നടപ്പാക്കുക, ക്രമീകരിക്കുക. E ഇവാലുവേറ്റ്, എത്രത്തോളം ലക്ഷ്യം നേടി എന്ന് വിലയിരുത്തുക. ഓക്കെ, ഇത് ടോപ്പ് ഡൗൺ ആണോ, മുകളിൽ നിന്ന് താഴേക്ക്? അതെ, ലക്ഷ്യങ്ങൾ മുകളിൽ തീരുമാനിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി താഴെത്തട്ടിൽ നിന്ന്, അതായത് ടീച്ചർമാരിൽ നിന്ന് തുടങ്ങുന്ന മോഡലാണ് ടാബ മോഡൽ. ഹിൽഡ ടാബ, ഗ്രാസ് റൂട്ട്സ് അപ്രോച്ച്. അതെ, ഇത് ബോട്ടം അപ്പാണ്. ടീച്ചർമാർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നു. ഇതിന് 7 ഘട്ടങ്ങളുണ്ട്. ആവശ്യങ്ങൾ കണ്ടെത്തുന്നത് മുതൽ വിലയിരുത്തൽ വരെ. ടെയ്ലറിനേക്കാൾ കുറച്ചുകൂടി വിശദമാണ്. പിന്നെ CIPP മോഡൽ, അത് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതാണോ? ശരിയാണ്. സ്റ്റഫിൽ ബീമിന്റെ CIPP മോഡൽ പ്രധാനമായും ഇവാലുവേഷനും അതുവഴി തീരുമാനങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ളതാണ്. C എന്തായാൽ കണ്ടെക്സ്റ്റ്, ലക്ഷ്യം, സാഹചര്യം. I എന്തായാൽ ഇൻപുട്ട്, പ്ലാനിംഗ്, വിഭവങ്ങൾ. P എന്തായാൽ പ്രോസസ്, നടപ്പാക്കൽ. അടുത്ത P എന്തായാൽ പ്രോഡക്റ്റ്, ഫലം, വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ ഇത് തുടർച്ചയായി മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതെ. പിന്നെയുള്ളത് സ്റ്റേക്ക് മോഡൽ, റോബർട്ട് സ്റ്റേക്ക്. അത് റെസ്പോൺസീവ് ഇവാലുവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ ആന്റിസിഡൻസ്, ട്രാൻസാക്ഷൻസ്, ഔട്ട്കംസ് എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ഉദ്ദേശിച്ചതും നടന്നതും തമ്മിൽ എത്രത്തോളം പൊരുത്തമുണ്ട്, കോൺഗ്രുവൻസി എന്ന് നോക്കും. ഫീഡ്ബാക്കിന് പ്രാധാന്യം കൊടുക്കുന്നു. ഒരുപാട് മോഡലുകളുണ്ട് ശരിക്കും. സ്ക്രൈവൻ, വീലർ, കിർക്പാട്രിക്. അതെ, സ്ക്രൈവന്റെ ലക്ഷ്യങ്ങളില്ലാത്ത ഗോൾ ഫ്രീ വിലയിരുത്തൽ, വീലറുടെ സൈക്ലിക്, ചാക്രികമായ മോഡൽ, കിർക്പാട്രിക് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 4 ടൈലർ, ടാബ, CIPP, സ്റ്റേക്ക് പ്രധാനപ്പെട്ട വ്യത്യസ്ത രീതികൾ കാണിക്കുന്നു. ഇനി ഈ പാഠ്യപദ്ധതി എപ്പോഴും ഇങ്ങനെ നിൽക്കില്ലല്ലോ, മാറ്റങ്ങൾ വരുമല്ലോ. തീർച്ചയായും മാറ്റങ്ങൾ അനിവാര്യമാണ്. അതെങ്ങനെയാണ് വരുന്നത്? 2 രീതിയിൽ വരാം. പ്രോആക്റ്റീവ്, അതായത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് മാറ്റുന്നത്, അല്ലെങ്കിൽ റിയാക്റ്റീവ്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനോട് പ്രതികരിച്ച് മാറ്റുന്നത്. കോവിഡ് വന്നപ്പോൾ പരീക്ഷ മാറ്റിയത് ഒരു റിയാക്റ്റീവ് മാറ്റമാണ്. ഓക്കെ, മാറ്റങ്ങൾക്കും തരങ്ങളുണ്ടോ? ഉണ്ട്. ചെറിയ മാറ്റം മുതൽ വലിയ പൊളിച്ചെഴുത്ത് വരെയാകാം. സബ്സ്റ്റിറ്റ്യൂഷൻ, പഴയതിനു പകരം പുതിയൊന്ന്. ഓൾട്ടറേഷൻ, ചെറിയ മാറ്റങ്ങൾ. റീസ്ട്രക്ചറിംഗ്, ഘടന തന്നെ മാറ്റുന്നത്. നമ്മുടെ 5+3+3+4 പോലെ. പെർട്ടർബേഷൻ, പെട്ടെന്നുള്ള ചെറിയ ക്രമീകരണങ്ങൾ. വാല്യൂ ഓറിയന്റേഷൻ, മൂല്യങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കണം, സമൂഹത്തിനനുസരിച്ച്. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഓർത്തെടുത്താൽ, പാഠ്യപദ്ധതി എന്നത് വെറും സിലബസ് അല്ല, സ്കൂൾ നൽകുന്ന എല്ലാത്തരം അനുഭവങ്ങളുടെയും കരിക്കുലർ, കോ കരിക്കുലർ, ലേണിംഗ് എക്സ്പീരിയൻസ് ആകെ തുകയാണെന്ന് കണ്ടു. അതെ, അതിനെ പ്രൊഡക്റ്റായും പ്രോഗ്രാമായും ഒക്കെ കാണാം. അത് ഉണ്ടാക്കുന്നതിനുള്ള സമീപനങ്ങൾ, തത്വങ്ങൾ, പിന്നെ എക്സ്പ്ലിസിറ്റ്, ഹിഡൻ, നൾ എന്നിങ്ങനെയുള്ള അതിന്റെ തരങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതിന്റെ അടിത്തറകളായ ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി. അതെ, അതോടൊപ്പം പ്രധാനപ്പെട്ട ചില ഡെവലപ്മെന്റ് മോഡലുകളും, ടെയ്ലർ, ടാബ, CIPP, സ്റ്റേക്ക്, പിന്നെ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ശരിക്കും പാഠ്യപദ്ധതി എത്രത്തോളം ആഴത്തിലുള്ള പല വശങ്ങളുള്ള ഒന്നാണെന്ന് മനസ്സിലായി. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് നന്ദി. ഒരു കാര്യം കൂടി ആലോചിക്കാൻ വിട്ടിട്ട് പോകാം. നമ്മൾ ഈ പറഞ്ഞ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ്, അത് ശരിക്കും സ്കൂളിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ഇന്ന് കുട്ടികൾ ഇന്റർനെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? അതൊന്നും ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമല്ലേ?
അങ്ങനെയാണെങ്കിൽ ഈ ഔപചാരിക പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള ഈ പഠനങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. മാറുന്ന കാലത്ത് പാഠ്യപദ്ധതിയുടെ അതിരുകളും മാറേണ്ടതുണ്ടോ എന്നൊരു ചിന്ത. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തുടർന്നും ആലോചിക്കാം. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.